ബാല എന്ന് പറഞ്ഞൊരു നടനെ വിവാഹം കഴിച്ചു. ഇറ്റ്സ് എ നോൺ ഫാക്ട്, എല്ലാവർക്കും അറിയാം. ഒരു അല്പം റഫ് വെതറിലേക്ക് പോയി, ഇപ്പം വേറൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രായമാകുമ്പോൾ എല്ലാവരും വയസ്സാകണമെന്നില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മ്യൂസിക്കിലാണ് അച്ഛൻ സംസാരിച്ചത്. അതായത് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു, അപ്പോൾ ഒരു ബ്രേക്ക് വരും നമുക്ക്, പിന്നെ കുട്ടി ഉണ്ടായി, പിന്നെ ഒരു 1.5 വർഷം ബ്രേക്ക്, അതൊക്കെ തന്നെ മ്യൂസിക്കൽ ലൈഫിൽ ചിലപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചില്ല എന്തുകൊണ്ട് അതൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് അച്ഛനും ഉദ്ദേശിച്ചത്. സോ നോട്ട് കമ്മിങ് ഇൻ ടു എനി പേഴ്സണൽ. കഴിക്കരുത്. രണ്ട് ജഡ്ജ്മെന്റ് മ്യൂസിക്കലി ആണെങ്കിലും ഇപ്പൊ പഠിത്തത്തിനാണെങ്കിലും പ്രൊഫഷണൽ എന്താണെങ്കിലും നമ്മളെ ഒന്ന് ശരിക്കും നല്ല രീതിയിൽ അതിന്റെ ഹൈപ്പിൽ എത്തിയിട്ട് ലൈഫിന്റെയും കല്യാണമൊക്കെ ഡിസൈഡ് ചെയ്യാന്നായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചത്. അതാണ് സ്ഥിതി. അതെ. അമൃത, ഇപ്പം ഞാനിപ്പം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ സോഷ്യൽ നെറ്റ്വർക്കിൽ അവിടെയൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷിച്ച ഒരു സംഭവമല്ല ചേട്ടാ ഇത്. ഞാനായിട്ട് ഇനി അതിനെക്കുറിച്ച് എനിക്ക് പറയാനും താല്പര്യമില്ല. തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ കരുപിടിപ്പിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നേരാൻ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ആർജിക്കാനും വീണ്ടെടുക്കാനും അതുപോലെ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇതൊന്നും ഒരു കാരണവശാലും ഇതുപോലുള്ള അപ്സും ഡൗൺസും ഒന്നും നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാൻ പാടില്ല. അമൃത ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു ഗായികയാണ്. അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ ചില അസുഖകരമായിട്ടുള്ള സംഭവങ്ങൾ കുടുംബത്തിലുണ്ടായി, കുടുംബജീവിതത്തിലുണ്ടായി. പക്ഷെ അതിനിയുള്ള ഒരു കരിയറിനെ അത് ദോഷകരമായിട്ട് ബാധിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് അല്ലേ അഭിരാമിയുടെ ഒപ്പം എനിക്ക് കൂടി ആശംസിക്കാൻ പറ്റുന്നത്. അതിനൊരു വിഷമത്തിലിരിക്കാൻ പാടില്ല. ചേച്ചി എല്ലാം അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കുന്ന ആളാ. അതുകൊണ്ട് കുറച്ചു കാലം ഒന്ന് വിഷമിച്ചു പോയി. ആ വിഷമത്തിൽ നിന്ന് ഒരുപക്ഷെ അഭിരാമിയുടെ ഒരു സഹായം ഉണ്ടായിരിക്കും. അല്ലെ, എല്ലാ ആൾക്കാർക്കാണെങ്കിലും എന്ത് പ്രോബ്ലം വന്നാലും അതിൻ്റെതായ ചെറിയ വിഷമം ഉണ്ടല്ലോ. അതുപോലെ അമൃത, ഇനി ഒരു അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ് അമൃതയുടെ? ഒരുപക്ഷെ നിങ്ങളൊരു ഗായികയാണ്, എന്താണ് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ലഭിക്കേണ്ടിയിരുന്ന അവസരങ്ങൾ ലഭിക്കാതെ പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് ഇത് തരണേ അത് തരണേ എന്ന് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. അറിഞ്ഞോ അറിയാണ്ടോ ഒക്കെ നമ്മൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിച്ചിട്ടുള്ളത് പാട്ട് മാത്രമാണ്. അപ്പം അതിലെനിക്ക് കുറേയും കൂടെ ഫ്ലറിഷ് ചെയ്യണം, കുറേ ഹൈറ്റ്സിൽ പോകണം, കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പാടണം, സ്വന്തമായിട്ട് കുറേ വർക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഉള്ളൂ. അഭിരാമി, അമൃത എന്നുള്ള ഒരു ചേച്ചി മാത്രമല്ല, ഒരു കലാകാരി, ഒരു ഗായിക കുടുംബത്തിലുണ്ട്. ഒരുപക്ഷെ അത് വലിയൊരു എന്താ പറയുക എൻസൈക്ലോപീഡിയ. രണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ്. ഒരാളുടെ ജീവിതത്തിലൂടെ അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ ആർജിച്ചു കൊണ്ട് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് മുമ്പോട്ട് പോകാം. അങ്ങനെ ഒരു സൗഭാഗ്യം യഥാർത്ഥത്തിൽ അഭിരാമിക്ക് കിട്ടി. അമൃതയ്ക്ക് ആ സൗഭാഗ്യം കിട്ടിയില്ല, ഒരാളെ നോക്കി കണ്ടി. പക്ഷേ യു ഹാവ് ഗോട്ട് ദറ്റ് അവസരം. അത് ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പം ചേച്ചിയുടെ ഇപ്പം കോളേജ് ലൈഫും അതൊക്കെ കോളേജിൽ പോലെ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നോയിങ് ദ ലൈഫ്, നോയിങ് ദ സൊസൈറ്റി കുറച്ചുകൂടി ബെറ്റർ ആണ്, കുറച്ചുകൂടി ബെറ്റർ എക്സ്പോസ് ടു ദ സൊസൈറ്റി. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി ചേച്ചി ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയാണ്. തീർച്ചയായും. ആൻഡ് ആസ് എ പേഴ്സൺ ഷീ ഈസ് വെരി ഫാർ ഫാർ ബെറ്റർ ദൻ മീ എല്ലാ രീതിയിലും. അപ്പൊ എന്ത് രീതിയിൽ ടോട്ടലി ഫോളോ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ എത്തണമല്ല ഇങ്ങനെയൊക്കെയുള്ള അമൃതയെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം അല്ലേ? ശരിയല്ലേ അമൃത? ശരിയാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാല് അടിയിടണ്ടേ ഞങ്ങൾക്ക്. എന്തായാലും നമ്മൾ ഇത്രയും നേരം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് വളരെ ചെറുപ്പമാണ്, പക്ഷെ ആ ചെറുപ്പത്തിനുള്ളിൽ നിങ്ങൾ നേടിയിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഏതൊരു ഷോയ്ക്കും അതിൻ്റെതായ പരിധിയും പരിമിതിയും ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കാം. പക്ഷേ ഇനിയും നമ്മൾ വൈകാതെ JB ജംഗ്ഷനിൽ വീണ്ടും വരും. അപ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ നിങ്ങൾ എത്തണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹവും പ്രതീക്ഷയും എനിക്കുണ്ട്. നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഒരു പാട്ട് വരെ കൊണ്ടല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് JB ജംഗ്ഷനിലേക്ക് വിളിച്ചപ്പോ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ വിളിച്ചപ്പോ ഇങ്ങനെ JB ജംഗ്ഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്, ചേച്ചി വേണോ ചേച്ചി
അത് ശരി, അങ്ങനെ പറഞ്ഞല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല, ഞങ്ങളെ കൊന്നെടുത്തൊന്നുമില്ല. കണ്ടോ ഇങ്ങനെ നല്ല മനുഷ്യനാണ്. ആൾക്കാരെന്തെല്ലാം എല്ലാവരോടും ഞാൻ പറയട്ടെ, കൈരളി TV പ്രേക്ഷകരോട്ട്, ജോൺ വിട്ടാ ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. മതി ചേട്ടാ, അതൊക്കെ മേലെ ഇത് അവസാനിപ്പിച്ചു പറഞ്ഞപ്പോഴാണ്. അല്ല, സിൻസിയർലി ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒട്ടും വിഷമിപ്പിക്കാതെ. അമൃത, അഭിരാമി, നമുക്കൊരു പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പാടുക. അതിനുശേഷം നമുക്ക് തൽക്കാലത്തേക്ക് പിരിയുന്നു. പിന്നീട് വീണ്ടും സകുടുംബം നിങ്ങളെ വീണ്ടും നമ്മൾ ദേവി ജംഗ്ഷനിൽ കൊണ്ടുവരും. അപ്പോഴേക്കും അമൃതയും അഭിരാമിയും ഒരുപാട് ഉയരങ്ങളിലായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്ത് വീണ്ടും കൊണ്ടുവന്ന് ഈ സോഫയിൽ ഇരുത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി ഞങ്ങൾ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. ഇതൊരു ഫണ്ണി സോങ് ആണ്. ഇത് വേറൊരു മ്യൂസിക്കലി ഒന്നും ആരും ഇതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അയ്യോ എന്നാണ് പാട്ടിന്റെ പേര്. അതായത് നമ്മള് ലൈഫിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അയ്യോ. അയ്യോ നല്ലത് വന്നാലും ചീത്ത വന്നാലും അയ്യോ എന്നല്ലേ നമ്മൾ പറയാ. അപ്പോൾ വാവ ഒരു ദിവസം വീട്ടില് അയ്യോ എന്ന് വാവ പറയാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് സ്പാർക്ക് ചെയ്ത് നമുക്ക് അയ്യോ വെച്ചിട്ടൊരു പാട്ട് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയൊരു പാട്ടാണ്. അതിന്റെ ഒരു കുറച്ച് ധൈര്യമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി ആ പാട്ട് ഉപയോഗിക്കാം. ഇളകേരനെ കൊണ്ട് അങ്ങോട്ട് പോളെ കൊണ്ട് വാ. അയ്യയ്യോ 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 അയ്യയ്യോ. പണ്ടാരോ പറയുന്ന കേട്ട് അയ്യയ്യോ അയ്യയ്യോ ഇന്നാരോ ഏറ്റുപിടിച്ച് അയ്യയ്യോ അയ്യയ്യോ. പോകും വഴിയെല്ലാം പൊല്ലാപ്പാകുമ്പോൾ എല്ലാരും ചൊല്ലുന്നയോ അയ്യയ്യോ 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 അയ്യയ്യോ. ഫ്രാങ്കോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാതമ്മാടിയായിരുന്നു. ആ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നത് കേരള പോലീസിന്റെ റെക്കോർഡിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ അടുത്താണ്. ശരിക്കും ഫ്രാങ്കോ വലിയ വെട്ടുകേസിൽ പ്രതിയായിരുന്നു അവിടെ. ശരിക്കും ഫ്രാങ്കോ ചേട്ടനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി മനുഷ്യൻ. നെരുപ്പേ സിക്കി മുക്കി നെരുപ്പേ വിധമാ ഒത്തട കൊടുപ്പേ മെതുവാ സൊക്കി സൊക്കി മയക്കി മടിയിൽ പടുപ്പേ. ഞാൻ വിചാരിച്ചു ഫ്രാങ്കോ തന്നെ അത് അഭിനയിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്കൊരു വില്ലൻ വേഷം ചെയ്യാൻ കിട്ടിയാല് നല്ലതാണ്. നിഷ്കളങ്കനായ ഒരു വില്ലനായി പോകും, അതാണ് പ്രശ്നം. സുന്ദരിയേ വാ വെണ്ണിലവേ വാ എൻ ജീവതാളം നീ പ്രണയിനീ. 15 വർഷം കൊണ്ട് രഞ്ജനിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം എന്താണ്? തെയ്യം കാറ്റിൽ തെക്കൻ കാറ്റിൽ തീനുണ്ണും പക്ഷി ചെമ്മാണിക്യ പക്ഷി മുത്താരം കുന്നിന്നേലെ കൂട്ടിനുവായോ. രഞ്ജനിയുടെ ജീവിത കഥകൾ പലതും സിനിമയിലെ തിരക്കഥകളായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കാണുമ്പോ തന്നെ ഭയങ്കര ഇന്റിമിഡേറ്റ്, അല്ലെങ്കിൽ പേര് കേട്ടിട്ട് തന്നെ വിറച്ചിട്ടാ പോകുന്നു. പോയപ്പോ ചെറിയൊരു മനുഷ്യൻ. പണ്ടത്തെക്കാളൊക്കെ കുറച്ച് പേടി കൂടുതൽ എനിക്ക് തോന്നുന്ന. വയസ്സ് നമ്മൾ കൂടുന്തോറും ചില പേടികൾ കൂടുതൽ വരും. എന്തൊട്ടാക്കളാവേ എന്തൊട്ടത് എന്തൊട്ടാക്കളാവേ എന്തൊട്ടത് അമ്മിട്ട പൊട്ടി മേപ്പെട്ട പൊന്തി കിപ്പെട്ട വന്നു എന്തൊട്ട ചെയ്യാം എന്തൊട്ടാക്കളാവേ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കണ്ണ് തുറന്നപ്പോ അദ്ദേഹം അവ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ഒത്തിടക്ക് എഴുന്നേറ്റ് പോയി. പണ്ട് ചാടി വെട്ടിയ ആളാണ് ഫ്രാങ്കോ. ഇപ്പൊ കരിക്കരി എന്ന് കത്തി കേട്ടാ ഫ്രാങ്കോ നടന്നു. ഔസേപ്പച്ചന്റെ കൂടെ ജീവിക്കുമ്പോഴേ ഔസേപ്പച്ചൻ കുറച്ച് കണിച്ചക്കാരനല്ലേ? തീർച്ചയായിട്ടും ഒരു കഷ്ടപ്പാടായിരുന്നല്ലേ? കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ വിമൂകമാ വിപഞ്ചി
വിരൽ തൊട്ടതാരാണോ? നന്നായിട്ട് ഭക്ഷണം വെക്കൂന്നാരോ പറഞ്ഞു കേട്ട് ശരിയാണ്? അതിപ്പോ ഞാനിപ്പോ കുറച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ, വെറുതെ ഏറ്റെടുത്ത് ഞാൻ വെക്കുന്നുണ്ട്. ഇന്നിയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് മാത്രമേ ഞാൻ കണ്ടിരിക്കുന്ന സിംഗേഴ്സിൽ വെച്ച് കൊടുത്താൽ എല്ലാവരും യൂസ് ചെയ്യുന്നില്ലാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇന്നിയേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഔട്ട്പുട്ട് അത്രയ്ക്കുണ്ട്. കുത്തിയിരുന്ന് പഠിക്കുന്ന ആളല്ല, പക്ഷെ എന്തോ എല്ലാ പരീക്ഷയ്ക്ക് മാർക്കുണ്ടായിരുന്നു. അതിനാണ് ഈ കോപ്പി അടിക്കാന്ന് പറയുന്നത്.